ഇത് നെസ്കഫേറെ കോഫി ബോട്ടിൽ. ഇതുകൊണ്ട് നമുക്കൊരു ട്രിക്ക് ചെയ്താലോ? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ല പറയാറ്. അപ്പം നമ്മുടെ ട്രിക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലേബലൊക്കെ ഒന്ന് ഉരിച്ച് ഇത് നീറ്റാക്കി എടുക്കണം. കോഫി ബോട്ടിലിൻ്റെ ലേബൽ ഉരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പശ വെച്ച് നന്നായി ഒട്ടിച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഉരിച്ച് നീറ്റാക്കി എടുക്കണം. ഇതേപോലെ നമ്മൾ അകത്ത് വെക്കുമ്പോൾ ഒരു ഭംഗിയില്ല കാണാനായിട്ട്. ഇതേപോലെ നമ്മൾ വീടിനുള്ളിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊരു വേസ്റ്റായ ഒരു സാധനമാണ്. ഇത് നീറ്റാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളായ ഒരു സാധനമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഐഡിയ നമുക്ക് ഈ കോഫി ബോട്ടിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് നീറ്റാക്കി എടുക്കുക. പരമാവധി നമ്മൾ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ വീടിനുള്ളിൽ ഡംപ് ചെയ്യാണ്ട് നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ അത് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് നല്ല സൂപ്പറായിട്ട് നോക്കി ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ കൈ കഴുകുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് എത്ര യൂസ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് ആദ്യം നമുക്ക് ഇതൊരു വേസ്റ്റ് സാധനമായിട്ട് തോന്നിയിരുന്നതാണ്. ഇപ്പം നോക്കിയാൽ എത്ര ഭംഗിന് ഇരിക്കുന്നു കാണാൻ. അത് അകത്തിരിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വെള്ളമൊഴിച്ച് വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ മണി പ്ലാന്റാണ് വെള്ളത്തിൽ ഇട്ട് വെച്ച് വളർത്താറ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു വെറൈറ്റി ആവട്ടെ ഇത്തവണ എന്ന് വെച്ചിട്ട് വാണ്ടറിങ് ജൂ പ്ലാന്റ് കട്ട് ചെയ്ത് എല്ലാ ബോട്ടിലും ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം എത്ര ഭംഗിയുണ്ട് നമ്മുടെ ആ കൈയ്യഴുകണ ഭാഗത്ത് ഇത് ഇരിക്കുന്നത് കാണാനായിട്ട്. ഇത് കോഫി ബോട്ടിൽ നിന്ന് തോന്നേയില്ല ഇതിങ്ങനെ ഇരിക്കുന്ന ഫ്ലവർ വേസ് ഇരിക്കുന്ന പോലത്തെ ഭംഗിയിലാണ് ഇപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരേപോലത്തെ പ്ലാന്റ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ഭംഗിന് നമ്മുടെ വീട് ഇരിക്കുന്നു കാണാൻ.